എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പല്ലിൻ്റെ ഇടയൊക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ ടൂത്ത് പിക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പല്ലിൻ്റെ ഇട വൃത്തിയാക്കാനുള്ള ഒരു സാധനമാണ് ഫ്ലോസ് എന്ന് പറയും. അത് സാധാരണ ഒരു നൈലോണിൻ്റെ എന്തോ മെറ്റീരിയലാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ മോണയൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കുറച്ച് സേഫായിട്ട് സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് വെള്ളം കൊണ്ട് ഫോഴ്സിൽ വെള്ളം അടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ആമസോണിൽ നിന്ന് മേടിച്ചു. അതിന് ഡെന്റൽ വാട്ടർ ഫ്ലോസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡെന്റൽ ഇറിഗേറ്റർ വാട്ടർ ഫ്ലോസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം. വാങ്ങിച്ച സാധനം എന്താണ്, ഏതാണ്, എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഇൻവോയ്സ് ഉണ്ട്. പിന്നെ ഒരു ബോക്സിനകത്ത് ഇത് ഓറൽ ഇറിഗേറ്റർ, അതിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരു ബോക്സിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മെയിൻ യൂണിറ്റ്, പിന്നെ അതിന്റെ 2 നോസിൽസ്, പിന്നെ ഒരു ചാർജിങ് കേബിള്, പിന്നെ ഒരു യൂസർ മാനുവൽ. അത്രയാണ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പടത്തിൽ കാണുന്ന സാധനമായിരിക്കും. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സൈഡിൽ തിരിച്ചാണോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. ഇതാണ് യൂസർ മാനുവൽ ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി ഒക്കെയാണ് അവർ പറയുന്നത് ഇതിനകത്ത്. രണ്ട് നോസില് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിളുണ്ട്. 2 നോസിലുണ്ട്. പിന്നെ ഇതാ ഒരു മെയിൻ യൂണിറ്റ് ഉണ്ട്. വളരെ ചെറുതാണ് കേട്ടോ, ഹാൻഡിയാണ്. എത്ര ml ആണ്? ഈ 200 ml എന്താണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വെള്ളം കൊള്ളണമെന്ന് തോന്നുന്നു. 200 ml അല്ലേ? ഇരുന്നൂറാണോ 220 ml ആണോ? എത്രയാണ്? 200 ml എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട് അത് പമ്പ് ചെയ്ത് കാണും. ഇതിനകത്ത് ശരിക്കൊരു മോട്ടറുണ്ട്. പിന്നെ ഇതാണ് ടാങ്ക്, ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന ടാങ്ക്. പിന്നെ ഇവിടെയാണ് എൻ്റെ സ്വിച്ചുകളൊക്കെ, പവർ ഓൺ സ്വിച്ച്, മോഡ് സെലക്ടർ. 4 മോഡുകളാണ് ഉള്ളത്. നോർമൽ മോഡ്, സോഫ്റ്റ് മോഡ്, പിന്നെ പൾസ് മോഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൾസ് എന്ന് പറയണ പോലെ തന്നെ
നിൽക്കുകയും വരികയും ചെയ്യും വെള്ളം. പിന്നെ ഇത് കസ്റ്റം മോഡ്. അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. അത് ഞാൻ ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാം, അപ്പോൾ പറയാം. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇവിടെ ഇത് നോസിലിടാനുള്ളതാണ്. നോസിൽ നമുക്ക് പൊട്ടിച്ച് നോക്കാൻ വേണ്ടിയാണ്. ഒരു നോസിൽ ഇതിങ്ങനെ ഇതിങ്ങനെ അത് പ്രസ് ചെയ്തിടാം. ഇട്ടപ്പോൾ ലോക്കായി. ഇതിങ്ങനെ തിരിക്കാൻ വേണമെങ്കിൽ ഊരിയെടുക്കാനായിട്ട് നമുക്ക് ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഊരിയെടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ഇത് റീചാർജബിൾ ആണ് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. റീചാർജബിൾ ആണ്. ഇതെങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാർജിങ് പോർട്ടുണ്ട്. സി ടൈപ്പ് അല്ല, സാധാരണ ഇതിന് സെപ്പറേറ്റ് ചാർജർ കേബിളാണ്. ഇത് വാട്ടർ പ്രൂഫ് ആയ കാരണം നല്ല സിലിക്കോണിൻ്റെ ഒരു ക്യാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. സിലിക്കോണിൻ്റെ ക്യാപ്പ്, വെള്ളം കയറാതിരിക്കാനായിട്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറില്ല. ഇതാണ് ചാർജിങ് കേബിള്. നമ്മൾ സാധാരണ മൊബൈൽ ചാർജറിൽ ഈ ഭാഗം കുത്തുക, ഈ ഭാഗം നമ്മുടെ ഡിവൈസിൻ്റെ സൈഡിലും കുത്തിയിട്ട് റീചാർജ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ടാങ്ക് നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഊരിയെടുക്കാമല്ലോ. ഊരിയെടുക്കാം. ടാങ്ക് വേണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാം. പിന്നെ ഇവിടുന്ന് നമ്മൾ വെള്ളം ഒഴിക്കാം. ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അടയ്ക്കുക. ഓക്കെ. അത് ഓണാക്കി നോക്കാം, ചാർജ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടല്ലോ, ചാർജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ മോഡ് ആദ്യമേ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പവർ ഓൺ ആക്കേണ്ടത്. നോർമൽ, സോഫ്റ്റ്, പൾസ്, കസ്റ്റം. അപ്പോൾ അതിനകത്ത് പൾസിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ വെള്ളം നിന്ന് പമ്പ് ചെയ്യായിരിക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മോഡ് സെലക്ട് ചെയ്ത് പവർ ഓൺ ആക്കി കഴിയുമ്പോൾ നല്ല ഫോഴ്സിൽ വെള്ളം ഈ നോസിൽ വഴി വരും. അത് നമ്മുടെ പല്ലിന്റെ ഇടയിൽ വായിൽ എവിടേക്കാണ് അഴുക്കുള്ളത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ വാട്ടർ ജെറ്റ് ഇവിടുന്ന് വരുന്ന നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ടാവും ഈ നോസിലിനകത്തുനിന്ന്. ആ വാട്ടർ ജെറ്റ് വെച്ചിട്ട് നമുക്ക് പല്ലിന്റെ ഇടയൊക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കുന്നതാണ്. ഡെയിലി ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. 2-3 തവണയെങ്കിലും ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഉപയോഗിച്ചാൽ നല്ലതാണെന്നാണ് ഡെന്റിസ്റ്റ് പറഞ്ഞത്. ഓക്കെ. നമ്മുടെ വായൊക്കെ വളരെ വൃത്തിയാക്കി വെക്കാനായിട്ട് ഒരു നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകരണമാണിത്. ശരി, എന്നാൽ ഇത് ഉപയോഗിച്ച് നോക്കുന്ന വീഡിയോ കാണാൻ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ അടപ്പ് തുറക്കുക. തുറന്നിട്ട് ഒരു 200 മില്ലി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 200 മില്ലി. ഇത് 220 മില്ലിയാണോ ഈ ഗ്ലാസ്? എനിക്ക് സംശയം എൻ്റെ ഗ്ലാസിന്റെ. അപ്പോൾ അത് നിറച്ചു, ഞാൻ അടച്ചു. കുഴപ്പമില്ല. വേറെ ഒന്നും വണ്ടിയിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ അടപ്പ് അടച്ചിട്ട് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം. ആദ്യമേ മോഡ് ഞാൻ തൽക്കാലം ഇപ്പോൾ സോഫ്റ്റിലിടാം. സോഫ്റ്റിലിട്ടു. സോഫ്റ്റ് മോഡ് ഓണായി. ഇനി വായിൽ വെച്ചിട്ടാണ് നമ്മൾ ഓൺ ആക്കാവുള്ളൂ. ഇങ്ങനെ വായി കൊണ്ട് വെക്കണം നമ്മൾ. ഓക്കെ. എന്നിട്ട് ഓൺ ആക്കണം.
ഇത് നമുക്ക് ഈ സൈഡിൽ ഒരു സൈഡ് കുറച്ച് ചെയ്തു, ഇനി ഈ സൈഡിൽ ചെയ്യാം. വായില് വെള്ളം നിറഞ്ഞു വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുപ്പിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ എഴുന്നേറ്റ് പോയി തുപ്പിയിട്ട് വന്നിട്ടാണ് ഇപ്പൊ ചെയ്തത്. ഇതായിരുന്നു കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്, അപ്പോൾ ഇതും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഓറൽ ഇറിഗേറ്ററിന്റെ അൺബോക്സിങ് പിന്നെ ഉപയോഗിക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. എന്തായാലും കമന്റ് തീർച്ചയായിട്ടും എഴുതണം. എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വീഡിയോയ്ക്ക് അത് എന്താണ് കുറവുള്ളത്, എന്താണ് അറിയേണ്ടത്, എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ കമന്റിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.